10 വർഷം മുൻപ് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ അന്തരിച്ചു. കേരളത്തിൽ ആദ്യമായി എയർ ആംബുലൻസിൽ ഹൃദയം എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ്. തൃശൂർ ചാലക്കുടിക്കടുത്ത പരിയാരം സ്വദേശിയാണ് അദ്ദേഹം. ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവോ? എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ചാവലി തൃശൂർ ചാലക്കുടി സ്വദേശിയാണ് ഈ മരണപ്പെട്ടിട്ടുള്ള മാത്യു അച്ചാടൻ. 2015 ജൂലൈ 24-നാണ് കേരളത്തിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇദ്ദേഹത്തിൽ നടത്തുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ഡോക്ടറായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഏറെ മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത്. അന്ന് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവ അഭിഭാഷകൻ നീലകണ്ഠ ശർമ്മയുടെ ഹൃദയമാണ് ഇദ്ദേഹത്തിന്റെ മാത്യു അച്ചാടന്റെ ശരീരത്തിലേക്ക് മാറ്റിവെക്കപ്പെടുന്നത്. എയർ ആംബുലൻസിൽ അന്ന് കേരളത്തിൽ ആദ്യമായി ഒരു അവയവദാനം മാറ്റം നടക്കുന്നതും ആദ്യമായിട്ടാണ്. അത്ര വേഗത്തിൽ ഹൃദയം തിരുവനന്തപുരത്തു നിന്നും അതോടൊപ്പം തന്നെ എറണാകുളത്തേക്ക് എത്തിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയത്. ഏകദേശം 10-ലധികം മണിക്കൂറുകൾ സമയം ചെലവിട്ടുകൊണ്ടായിരുന്നു ആ ശസ്ത്രക്രിയ നടന്നതും അത് പിന്നീട് വിജയിച്ചതുമെല്ലാം. പുതിയ ഹൃദയം മാത്യു അച്ചാടന്റെ നെഞ്ചിൽ സ്പന്ദിച്ചു തുടങ്ങിയത് അതൊരു കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രമായി മാറുകയായിരുന്നു. 10 വർഷങ്ങൾക്കിപ്പുറമാണ് മാത്യു അച്ചാടൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നത്. ഇക്കാലം അത്രയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായി ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു പുരോഗതിയും നേട്ടവും ഒക്കെ എടുത്തു കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നേരത്തെ ഓട്ടോ തൊഴിലാളിയായിരുന്നു, ചുമട്ടുതൊഴിലാളിയായും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ നേടുന്നത്. പിന്നീട് അത് ഗുരുതരമായ ഹൃദയ സംബന്ധമായ രോഗമാണെന്ന് കണ്ടെത്തുകയും ഹൃദയം മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വേഗത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയല്ല ഈ പറയുന്ന മാത്യു അച്ചാടന്റെ. 2003 മെയ് 13-ന് ലിസി ആശുപത്രിയിൽ തന്നെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം സ്വദേശിയായ ക്ലീറ്റസ് എന്ന ആളിലായിരുന്നു ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. പക്ഷെ അത് പൂർണ്ണതോതിൽ വിജയിച്ചില്ല. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ വിജയിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ള നിലയിലാണ് മാത്യു അച്ചാടന്റെ ശസ്ത്രക്രിയ അറിയപ്പെടുന്നത്. അദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മരണപ്പെടുകയാണ്. അവയവദാന സംബന്ധമായിട്ടുള്ള ഒട്ടേറെ ആശങ്കകൾ പരക്കുമ്പോഴും അത് സംബന്ധിച്ചുള്ള പല വ്യാഖ്യാനങ്ങൾ നടക്കുമ്പോഴും ജീവിച്ചുകൊണ്ടിരുന്ന ഉദാഹരണമായിരുന്നു മാത്യു അച്ചാടൻ എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് മരണം സംഭവിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി അധികൃതരെയും മറ്റുള്ളവരെയും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. ശ്യാമിലി, ശരി. കേരളത്തിൽ ആദ്യമായി എയർ ആംബുലൻസിൽ ഹൃദയം എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആ ഹൃദയം നിലച്ചിരിക്കുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.